കോടതികൾക്ക് നീതിപൂർവമായി പ്രവർത്തിക്കുവാൻ കഴിയണമെങ്കിൽ ഭരണപരമായുള്ള ഇടപെടൽ ഉണ്ടാകരുതെന്ന് ഇ.പി. ജയരാജൻ അഭിപ്രായപ്പെട്ടു. ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ അഡ്വക്കേറ്റ് കെ വിശ്വന് തലശ്ശേരി പ്രസ് ഫോറത്തിൽ ഒരുക്കിയ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി ചുമതലയേറ്റ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ വിശ്വന് പ്രൗഢഗംഭീര സ്വീകരണം നൽകി തലശ്ശേരി പ്രസ് ഫോറം പത്രാധിപർ ഇ.കെ. നായനാർ സ്മാരക ലൈബ്രറിയും പ്രസ് ഫോറം ഹാളിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ മുൻ മന്ത്രി ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ചാലകശക്തിയായി, ഒരു കരുത്തായി അറിയപ്പെടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വമുഖിൽ ഇത് ഒരു രംഗത്ത് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ കഴിവ്, അദ്ദേഹം ആളുകളെ ബോധ്യപ്പെടുത്തി പത്രത്തിൽ വാർത്ത വരുത്തി, പത്രത്തിൽ പടം വരുത്തി ഒരു അഭിഭാഷകനാകാൻ ആഗ്രഹിക്കുന്ന ആളെയല്ല. എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, നിയമപരമായ സംരക്ഷണം കക്ഷികൾക്ക് കൊടുക്കുക, കോടതിയെയും കോടതിയുടെ പരിപാവനതയെയും കാത്തു സൂക്ഷിക്കുക, നിയമത്തെ സംരക്ഷിക്കുക, ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന നിലയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അതുകൊണ്ട് ഏതെങ്കിലും താൽക്കാലിക പ്രശസ്തിക്കല്ല, നിയമത്തിനോട് ഭരണഘടനയോട് കൂറു പുലർത്തി അതിനനുസരിച്ച് കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം പ്രവർത്തിക്കുന്നു. പ്രസ് ഫോറം പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷത വഹിച്ചു. പ്രസ് ഫോറം ലൈബ്രറി സെക്രട്ടറി പി ദിനേശൻ ആമുഖ ഭാഷണം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ കെ.എം. ജമുനാറാണി ടീച്ചർ വിശിഷ്ടാതിഥിയായി. ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി. രത്നാകരൻ, കാത്താണ്ടി റസാഖ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ സംബന്ധിച്ചു. സ്വീകരണത്തിന് അഡ്വക്കേറ്റ് കെ വിശ്വൻ മറുമൊഴി പ്രസംഗം നടത്തി. ഒരു കേന്ദ്രം, ഒരു കണക്റ്റിംഗ് പോയിന്റ് തലശ്ശേരി കോടതിയിൽ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും പത്രപ്രവർത്തകർ കോടതികൾ കയറി ഇറങ്ങി ക്ഷീണിക്കേണ്ടവരല്ല. അവർക്ക് ഇരിപ്പിടം കിട്ടണം. അതുപോലെ തന്നെ മാന്യമായവർക്ക് ന്യൂസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. അതിനുള്ള ഒരു കൗണ്ടർ തലശ്ശേരി കോടതിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ശ്രമം തലശ്ശേരി കോടതി തീർച്ചയായിട്ടും നടത്തും. ആ കാര്യം കൂടി നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. ഏതായാലും എന്നെ ഇത്രത്തോളം ചേർത്ത് പിടിച്ച നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവർക്കും നന്ദിയുണ്ട്. എൻ്റെ ജീവിതം അത്രത്തോളം നിസ്വമായ നിലയിൽ നിന്ന് ആരംഭിച്ച് ഈ നിലയിൽ നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ എൻ്റെ അഭിമാനം ഞാൻ മനസ്സിൽ എന്നും ഓർക്കുകയാണ്. നിങ്ങളുടെ സ്നേഹത്തിന് പ്രത്യേകം നന്ദി. ജയരാട്ടനായിക്കോട്ടെ, മറ്റേ എല്ലാ പ്രധാനപ്പെട്ട ആളുകളെയും ഞാൻ വളരെ ആദരപൂർവ്വം സ്മരിക്കുകയും എൻ്റെ നന്ദി അവരോട്. പ്രസ് ഫോറം സെക്രട്ടറി അനീഷ് പാത്തിരിയാട് സ്വാഗതവും പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് രവി പാലയാട് നന്ദിയും പറഞ്ഞു. ഫോർ ടൈംസ് ന്യൂസ്, തലശ്ശേരി. ശരി, പറയും എന്തെങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയിലാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ.